ഹലോ എവ്രി വൺ, ഗേറ്റ് 2021 സീരീസിലെ തേർഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ടോപ്പിക്കുകളാണ് ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളത്. അത് നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇന്ന് നമ്മൾ 2 ടൈപ്പ് ഓഫ് പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പ്രോബ്ലംസിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെമാഫോറിൻ്റെ വെയ്റ്റ് ആൻഡ് സിഗ്നൽ ഓപ്പറേഷൻസിനെ പറ്റിയിട്ടാണ്. സെമാഫോർ എന്ന് പറയുന്ന സിങ്ക്രണൈസേഷൻ മെക്കാനിസത്തിന് 2 ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ആണുള്ളത്, വെയ്റ്റും സിഗ്നലും. അപ്പോൾ വെയ്റ്റിൽ സെമാഫോറിൻ്റെ വാല്യൂ ഡിക്രിമെൻ്റ് ആകും, സിഗ്നലിൻ്റെ സമയത്ത് സെമാഫോറിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആകും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. കൺസിഡർ എ നോൺ നെഗറ്റീവ് കൗണ്ടിങ് സെമാഫോർ എസ്. The operation P of S decrements S and V of S increments S. അതായത് P എന്ന് പറയുന്നത് വെയ്റ്റും V എന്ന് പറയുന്നത് സിഗ്നലുമാണ്. ഡ്യൂറിങ് an execution 20 P operations and 12 V operations are issued in some order. The largest initial value of S for which at least one P operation will remain blocked is, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 20 വെയ്റ്റ് ഓപ്പറേഷൻസും 12 സിഗ്നൽ ഓപ്പറേഷൻസും നടക്കുന്നുണ്ട്. അതായത് 20 ടൈംസ് ഡിക്രിമെൻ്റ് ആകുന്നുണ്ട്, 12 ടൈംസ് ഇൻക്രിമെൻ്റ് ആകുന്നുണ്ട്. അപ്പോൾ -20 + 12 അതായത് -8. ഇനി എസിൻ്റെ ഇനീഷ്യൽ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. എസ് നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് മീൻസ് സം പ്രോസസ് ഇസ് ബ്ലോക്ക്ഡ്. എസ് = -5 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം 5 പ്രോസസ്സസ് ബ്ലോക്ക്ഡ് ആണെന്നാണ്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് 1 ഓപ്പറേഷൻ വിൽ റിമെയിൻ ബ്ലോക്ക്ഡ്, അതായത് ഒരു ഓപ്പറേഷൻ ബ്ലോക്കായി ഇരിക്കണം. ദാറ്റ് മീൻസ് എസ് ഷുഡ് ബി -1. അപ്പോൾ ഇവിടെ വേണ്ടത് -1 = സം വാല്യൂ ഓഫ് എസ് -20 + 12, അതായത് എക്സ് -1 + 8 അതായത് 7. ആ എസിൻ്റെ ഇനീഷ്യൽ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്നാണ് കിട്ടിയത്. അത് ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ മനസ്സിലാക്കണം. ബ്ലോക്ക് ആണെങ്കിൽ നെഗറ്റീവ്, ബ്ലോക്ക് അല്ലാത്ത കണ്ടീഷനാണെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആണ് കൊടുക്കേണ്ടത്. അങ്ങനെ എത്ര പ്രോസസ്സുകൾ ബ്ലോക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് അല്ലാതെ ഇരിക്കുന്നു എന്ന് നോക്കിയിട്ട് വേണം എസിൻ്റെ ഇനീഷ്യൽ വാല്യൂ ഇടാൻ. അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം. ഇതേ തിയറിയിൽ വരുന്ന വേറൊരു പ്രോബ്ലമാണിത്. എ കൗണ്ടിങ് സെമാഫോർ വാസ് ഇനീഷ്യലൈസ്ഡ് ടു 10. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ ഓഫ് സെമാഫോർ 10 ആണ്. 6 weight operations and 4 signal operations were completed on this semaphore. 6 weight എന്ന് പറഞ്ഞാൽ 10 - 6 അതായത് 4. 10ൽ നിന്ന് 6 തവണ ഡിക്രിമെൻ്റ് ആവണം. സോ 10 - 6 4 ആയിരിക്കും ഉത്തരം, പ്ലസ് 4 സിഗ്നൽ ഓപ്പറേഷൻസ്, അതായത് 4 പ്രാവശ്യം ഇൻക്രിമെൻ്റ് ആവണം. സോ ദി ആൻസർ ഇസ് 8. The resulting value of the semaphore is option B, 8. The second type of problem that we are going to discuss today is about processes, റിസോഴ്സസ് ആൻഡ് ഇൻസ്റ്റൻസസ്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ എ സിസ്റ്റം വിത്ത് 3 processes that share 4 instances of the same resource type. അതായത് 3 പ്രോസസ്സ് ഉണ്ട്, ഒരു റിസോഴ്സിൻ്റെ 4 ഇൻസ്റ്റൻസും ഉണ്ട്. ഈച്ച് പ്രോസസ് ക്യാൻ റിക്വസ്റ്റ് എ മാക്സിമം ഓഫ് k instances. Resource instances can be requested and released only one at a time. The largest value of k that will avoid deadlock is, the deadlock avoid ചെയ്യേണ്ട കണ്ടീഷൻ with some amount of processes and requests. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട ഫോർമുല ഇതാണ്: r is greater than or equal to p of n - 1 + 1. r എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് റിസോഴ്സസ്, അതായത് ഇൻസ്റ്റൻസസ് 4 ഇൻസ്റ്റൻസസ് ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്രോസസ്സിൻ്റെ എണ്ണം 3 ഓഫ് n - 1 + 1. നമുക്ക് ആ n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഇനീക്വാലിറ്റി നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും n is less than or equal to 2. The maximum need is 2. So the answer is 2. Option B, 2. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.